ഈ വാച്ച് ടവർ ഇപ്പൊ തകരുമെന്നാണ് തോന്നുന്നത്. രക്ഷിക്കണേ. ആ ബേബി ഹിപ്പോപ്പൊട്ടാമസിനെ കാണുന്നില്ലല്ലോ. അയ്യോ അയ്യോ കിക്കോ, വേഗം എന്തെങ്കിലും ചെയ്യ്. ഇത്ര ഹൈറ്റിൽ നിന്ന് നമ്മൾ താഴേക്ക് വീഴുകയാണെങ്കിലേ നമ്മുടെ എല്ലുകളെല്ലാം ചിന്ന ഭിന്നമായി ചിതറിപ്പോകും. ഞാനിപ്പോ സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റുന്ന തോന്നുന്നേ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. ഈ കാട് കാണാൻ എത്ര മനോഹരമായിരിക്കുന്നല്ലേ. കാട് ചുറ്റിക്കറങ്ങുന്ന ഈ സവാരി അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ കീക്കോ, നമ്മളിപ്പോ ഉൾക്കാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയെല്ലാം വളരെ അടർന്ന കാടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഇത് വളരെ അടർന്ന കാടാണ്. എനിക്ക് വിശക്കുന്നു, ഞാൻ ഒരൽപ്പം കഴിച്ചോട്ടെ. അനിമൽസിനെ കാണാൻ വേണ്ടിയല്ലേ നമ്മളൊക്കെ ഈ അടർന്ന കാടില് വന്നിരിക്കുന്നത്. അതിപ്പോ 2 വാക്കിൽ പറയണമെങ്കിൽ ഇതൊരു കോർ ഏരിയ ആണ്. നീ പറഞ്ഞത് വളരെ ശരിയാണ്. പക്ഷെ ഈ നിമിഷം വരെ നമുക്ക് റെലിയെ പോലും കാണാൻ പറ്റിയില്ലല്ലോ. അത് കണ്ടോ? നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു ആനക്കൂട്ടം. ഇത് കാണുമ്പോ തോന്നുന്നു ഇത് ടോണി ബോസിന്റെ ഫ്രണ്ട് ആണെന്ന്. ഈ ടോണിയോട് കയറി കളിച്ചാലുണ്ടല്ലോ. അത് കണ്ടോ, നമ്മുടെ പുറകിൽ സാമ്പാറിയന്റെ കൂട്ടം വന്നിരിക്കുക. മുന്നിൽ എലിഫന്റ്സ്, പിന്നിൽ സാമ്പാമാൻ കൂട്ടം. 2 വാക്കിൽ പറയണമെങ്കിൽ ഡബിൾ ജോളി. മമ്മി, ആ ആനക്കൂട്ടം നമ്മൾ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വേഗം വണ്ടി തിരിക്കൂ. അയ്യോ, ഡോണ്ട് വറി, പേടിക്കണ്ട. ഈ മൃഗങ്ങൾ ആരെയും അറ്റാക്ക് ചെയ്യത്തില്ല. അല്ല ടെമ്പോ അണ്ണ, ആ അനിമൽസ് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് നമ്മുടെ പുറകെ വരുന്നത് കാണുമ്പോ എന്തോ പ്രശ്നമുണ്ടെന്നാ തോന്നുന്നേ. നിങ്ങൾ വേഗം വണ്ടി റിവേഴ്സിലെടുക്ക. അയ്യോ, നീ പറഞ്ഞ കാര്യം ശരിയാ. പക്ഷേ ഞാനിപ്പോ വണ്ടി ഏത് ഭാഗത്തേക്കാ തിരിക്കേണ്ടത്? 2 ഭാഗത്ത് മൃഗങ്ങൾ നമ്മളെ ചുറ്റി വളഞ്ഞു നിൽക്കുവല്ലേ. എനിക്ക് തോന്നുന്നത് ഇന്ന് ഡബിൾ ജോളിക്ക് പകരം ഡബിൾ ശിക്ഷ കിട്ടുമെന്നാണ് തോന്നുന്നത്. മമ്മി, പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരിക്കലും ടെൻഷൻ ആകാൻ പാടില്ല. ടെൻഷൻ അടിച്ചാൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. വാവ്, കാലയ്ക്ക് സാറേ, ഞാൻ അതൊന്ന് ഈ നോട്ട് പാഡിൽ നോട്ട് ചെയ്ത് വെച്ചേക്കട്ടെ. അയ്യോ, നോട്ടില് നോട്ട് ചെയ്യുന്നതൊക്കെ പിന്നെ ആദ്യം അതിന് എന്താ അർത്ഥം എന്ന് വെച്ചാൽ അതൊന്ന് പറഞ്ഞു തുളയ്ക്ക്. സാറ് ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം, ആദ്യം ഈ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ട് സാമ്പാ മാൻകൂട്ടത്തിന് മുന്നിൽ ചെന്ന് അവരുടെ ശ്രദ്ധയൊന്ന് മാറ്റാൻ ശ്രമിക്കും. ആ ചാൻസ് യൂസ് ചെയ്ത് നിങ്ങൾ വണ്ടി വേഗം റിവേഴ്സിലെടുത്ത് ഓടിക്കോ. പ്രശ്നം വന്നാൽ പേടിച്ചോടരുത്, അത് ഫേസ് ചെയ്യാൻ പഠിക്കണം. എന്ന് വെച്ചാൽ ജഡ്പൽ സാർ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം അദ്ദേഹം എന്നെയും കൂടെ കൂട്ടിക്കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുകയെന്നാ. വണ്ടി സ്പീഡായിട്ട് ഓടിക്കോ ടെമ്പോ അണ്ണ. അയ്യോ, റിവേഴ്സ് ഗിയറിൽ വണ്ടി ഇതിൽ കൂടുതൽ സ്പീഡിലൊന്നും പോകത്തില്ല കിക്കോ. ഓടിക്കാൻ കഴിയില്ല. ഇപ്പൊ ഈ എലിഫന്റ്സിന്റെ ശ്രദ്ധയൊന്ന് മാറ്റാൻ ഞാനിപ്പോ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. കാലയ്ക്ക് ജഡ്പട്ട് സാറേ, ഈ സാമ്പാ മാൻകൂട്ടം നമ്മളെ വലിച്ചെറിഞ്ഞ് പന്താടിക്കൊണ്ടിരിക്കുക. ഇത് ഞാൻ നോട്ട് പാഡിൽ ലോട്ട് ചെയ്ത് വെച്ചേക്കാൻ സാറേ.
ഞാൻ എവിടെയോ ഒരു കാര്യം വായിച്ചിട്ടുണ്ട്. എലിഫന്റ്സ് നമ്മളെ നേരെ ചേസ് ചെയ്ത് വരുമ്പോ അതിന്റെ സ്പീഡ് വളരെ കൂടുതലായിരിക്കും. പക്ഷേ ആനകൾ സിഗ്സാഗ് ആയിട്ട് ഓടുമ്പോ അതിന്റെ സ്പീഡ് വളരെ കുറവായിരിക്കും. അയ്യോ, എനിക്കൊരു കാര്യം മാത്രം മനസ്സിലാവുന്നില്ല. ആ ആനിമൽസ് എല്ലാം നമ്മളെ എന്തിനാ ഇങ്ങനെ അറ്റാക്ക് ചെയ്തേ? വാസ്തവത്തിൽ എലിഫന്റ്സ് എപ്പോഴും ഗ്രൂപ്പായിട്ടാ കറങ്ങുക. പക്ഷേ ഇന്നിത് ഒറ്റയ്ക്കാണല്ലോ കറങ്ങുന്നത്. അതായത് അത് ആരെയോ തേടുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരൊറ്റ വാക്കിൽ ചോദിക്കണമെങ്കിൽ വാട്ട്? നിങ്ങൾ ആരെങ്കിലും ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? ഇവിടെയുള്ള സാമ്പാ ഡിയർ പിന്നെ എലിഫന്റ്സിന്റെ ഗ്രൂപ്പിൽ ഒരു കുട്ടി പോലുമില്ല. അത് ശരിയാണല്ലോ. എന്ന് വെച്ച ആനിമൽസിന്റെ കുട്ടികൾ മിസ്സിംഗ് ആയിന്നാ തോന്നുന്നത്. വരൂ, ഇതിനെക്കുറിച്ച് നമുക്ക് ഇൻചാർജിനോട് സംസാരിക്കാം. എന്ത്? വീണ്ടും ആനക്കുട്ടിയെ കാണാതെ പോയെന്നോ? അതെങ്ങനെയാണ് സംഭവിച്ചത്? മനസ്സിലാവുന്നില്ല സാറേ. ഞങ്ങളത് തെരഞ്ഞു കണ്ടുപിടിക്കാൻ ഒരുപാട് ശ്രമിച്ചതാ. പക്ഷെ അത് കാട്ടിലെങ്ങോട്ടാ പോയെന്ന് മനസ്സിലാവുന്നില്ല. ഈ കാടിന്റെ ഫോറസ്റ്റ് റേഞ്ചറാണ്. ഈ കാട്ടിലെ മൃഗങ്ങൾ സുരക്ഷിതമായിരിക്കേണ്ടത് നിന്റെ ചുമതലയാ. അത് നിനക്കറിയില്ലേ? കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് എത്ര മൃഗങ്ങളുടെ എത്ര കുഞ്ഞുങ്ങളാ കാണാതായത്? ഗുഡ് മോർണിംഗ് അങ്കിൾ. എന്റെ പേര് കീക്കോ. ഞാനിവിടെ ഫ്രണ്ട്സിനോടൊപ്പം ജംഗിൾ സവാരിക്ക് വേണ്ടി വന്നതാ. കിക്കോ ഫ്രം സൺ സിറ്റി, റൈറ്റ്? താങ്ക് ഗോഡ് കിക്കോ, നീ കറക്റ്റ് സമയത്താ വന്നിരിക്കുന്നേ. ഞാൻ നിന്നെ കുറിച്ചും സൂപ്പർ സ്പീഡെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ കാടിന് നിങ്ങൾ രണ്ടുപേരുടെ സഹായം വളരെ അത്യാവശ്യമാണ്. അതൊക്കെ ശരിയാണ്. പക്ഷേ നിങ്ങൾ ആരാ? ഞാനൊരു ഫോറസ്റ്റ് ഓഫീസറാ. ഇവരെല്ലാവരും ഫോറസ്റ്റ് റേഞ്ചേഴ്സും. ഓക്കേ അങ്കിൾ, നിങ്ങൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ എനിക്ക് തോന്നുന്നു ഈ കാട്ടിലുള്ള ആനിമൽസ് മനുഷ്യരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയിരിക്കുക. അതാണ് ഇപ്പോഴത്തെ വലിയ പ്രോബ്ലം കിക്കോ. സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായിട്ട് മൃഗങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം കാട്ടിൽ നിന്ന് പെട്ടെന്ന് കാണാതാവുകയാണ്. പിന്നെ ഒരിക്കലും അതിനെ കണ്ടുപിടിക്കാനും സാധിക്കുന്നില്ല. അത് കാരണമാണ് അങ്ങനെ മിസ്സായ കുട്ടികളുടെ മാതാപിതാക്കൾ കാട്ടിൽ പ്രശ്നമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കിക്കോ, ആനിമൽസിന്റെ കുട്ടികളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്ക്. ദയവ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സഹായിക്ക് പ്ലീസ്. പക്ഷേ സാറേ, എനിക്ക് പോലും ആ കുട്ടികളെ രക്ഷിക്കാനായില്ല. അങ്ങനെയുള്ളപ്പോ ഈ കൊച്ചു ചെക്കൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഹലോ അങ്കിൾ, ഒരു ചില കാര്യങ്ങൾ ചെറിയ കുട്ടികളും വലിയ ആൾക്കാരെക്കാട്ടും സൂപ്പർ ആയിട്ട് ചെയ്തു തീർക്കും. കറക്റ്റ്. ഒരേ സമയത്ത് 2 കാൻഡീസ് ഇതുപോലെ കഴിക്കാം. ഇത് കണ്ടോ? അങ്കിൾ, ഞങ്ങളെ ഉൾക്കാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഏർപ്പാടുകൾ ചെയ്യൂ. ടോട്ടൽ കാർഡും വാച്ച് ചെയ്യാൻ പറ്റുന്ന സ്ഥലമായിരിക്കണം. ഇനിയാ മൃഗങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കേണ്ട ചുമതല ഞങ്ങളുടേതായിരിക്കും. ഇവിടെ നിന്നിട്ട് ബൈനാക്കുലർ വെച്ച് നിങ്ങൾക്ക് ടോട്ടൽ കാർഡും വാച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ സൂക്ഷിക്കണം, ശബ്ദമുണ്ടാക്കരുത്. അങ്ങനെ ചെയ്താൽ അനിമൽസ് ഇവിടുന്ന് ഓടിപ്പോയി കളയും. ഞാൻ ആഹാരം കഴിച്ച് തിരിച്ചു വന്നേക്കാം. ഓക്കെ അങ്കിൾ, പിന്നെ പറ്റുമെങ്കിൽ കുറച്ച് ആഹാരം എനിക്ക് പാർസൽ എടുത്ത് ഇങ്ങ് കൊണ്ടുവരണേ. എനിക്ക് തോന്നുന്നത് ആ മേഡി രഞ്ജർ അങ്കിളിന് തന്റെ ആഹാരം ഷെയർ ചെയ്യാൻ ഇഷ്ടമില്ലെന്ന് തോന്നുന്നു. എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ ഹാൻഡ് ആയിട്ട് വെച്ചുള്ള ചിപ്സ് കഴിച്ചോളാം. ഡോഡോ, ശബ്ദമുണ്ടാക്കാതിരിക്കും ഡോഡോ. ആ ഹിപ്പോപ്പൊട്ടോമസിന്റെ ബേബി ഇത്രയും സന്തോഷമായിട്ട് ചാടി ചാടി എങ്ങോട്ടാ പോന്നേ? ഇപ്പൊ ഞാനൊന്നും കഴിച്ചിട്ടില്ല. എങ്കിൽ പിന്നെ ഈ സൗണ്ട് എവിടുന്നാ വരുന്നേ? കിക്കോ, ആ ശബ്ദം കിടക്കട്ടെ, വിട്ടേക്കൂ. ആ ബേബി ഹിപ്പോപ്പൊട്ടാമസിനെ വിടാതെ വാച്ച് ചെയ്തോണ്ടിരിക്കൂ. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഒരു പ്രാവശ്യം ഞാൻ ഇതുപോലെ ഒരു ആനിമൽ കള്ളനെ എടുത്തിട്ട് പന്താടി കളഞ്ഞു, ഇടിച്ച് ചമ്മന്തിയാക്കി കളഞ്ഞു. അന്ന് പേടിച്ച് ഓടിയവനാണ്. ഇപ്പൊ അവൻ കോഴികളെയാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ് മേയർ അങ്കിൾ. അല്ലാതെ പിന്നെ അങ്ങനെ ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ എന്റെ തലയിൽ കോഴിമുട്ട വന്ന് വീഴട്ടെ. അയ്യോ, ഒരുപക്ഷെ ഞാൻ കോഴിമുട്ട കള്ളനെ മാത്രം കണ്ടുപിടിച്ചിരുന്നെങ്കില് ഞാൻ നേരെ അവനെ മേയറിന്റെ അടുത്തേക്ക് അയച്ചേരെ.
ഹിപ്പോപ്പൊട്ടാമസ് എപ്പോഴാ ഇങ്ങനെ ചെയ്യാന്നറിയോ? വെള്ളത്തിനടുത്ത് നിൽക്കുമ്പോഴാ ഇങ്ങനെ ചെയ്യാ. ഒരു കാര്യം മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. നോക്കൂ R7, നീ അവിടെ കാണുന്ന ബേബി ഹിപ്പോപ്പൊട്ടാമസിന്റെ ലൊക്കേഷൻ മാപ്പിൽ മാർക്ക് ചെയ്ത് വെക്കേ. ഈ വാച്ച് ടവർ ഇപ്പൊ തകരുമെന്നാണ് തോന്നുന്നത്. രക്ഷിക്കണേ. ആ ബേബി ഹിപ്പോപ്പൊട്ടാമസിനെ കാണുന്നില്ലല്ലോ. അയ്യോ അയ്യോ കിക്കോ, വേഗം എന്തെങ്കിലും ചെയ്യ്. ഇത്ര ഹൈറ്റിൽ നിന്ന് നമ്മൾ താഴേക്ക് വീഴുകയാണെങ്കിലേ നമ്മുടെ എല്ലുകളെല്ലാം ചിന്ന ഭിന്നമായി ചിതറി പോകും. ഞാനിപ്പോ സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റുന്ന തോന്നുന്നേ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ ഇതിപ്പോ തകർന്ന് താഴെ വീഴുന്ന തോന്നുന്നേ. വേഗം ഫോർമുല നമ്പർ 83 അപ്ലൈ ചെയ്യേ. ഞങ്ങളെ രക്ഷിക്ക്. ഓക്കെ ബ്രോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 83. താങ്ക് യു സൂപ്പർ സ്പീഡോ. എത്രയും പെട്ടെന്ന് നീ മാപ്പിൽ മാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോകാം. അങ്ങോട്ട് നോക്കൂ, ആനക്കൂട്ടം ദേ ഇങ്ങോട്ടെത്തി. മമ്മി, എന്നെ രക്ഷിക്കണേ പ്ലീസ്. കീക്കോ, നീ പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ചെയ്യട്ടെ? വേണ്ട സൂപ്പർ സ്പീഡോ, അവര് ബേബീസിനെ തേടി അലഞ്ഞു തിരിഞ്ഞു നടക്കുക. അതുകൊണ്ട് അവരിത്രയും ദേഷ്യത്തിൽ. നിക്ക്, ഞാൻ അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കട്ടെ. എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും വിഷമം മനസ്സിലാവുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരിക, നിങ്ങളുടെ ബേബീസിനെ ഞാൻ തേടി കണ്ടുപിടിച്ച് കൊണ്ടുവരാം. പ്ലീസ് ദയവേത് ഞങ്ങളെ പോകാൻ അനുവദിക്ക്. ഇത് സംഗതി കൊള്ളാലോ. കിക്കോ പറഞ്ഞ കാര്യം എലിഫന്റ്സിന് മനസ്സിലായോ? കിക്കോക്ക് എലിഫന്റ്സിന്റെ ലാംഗ്വേജും അറിയാമോ? ടോണി, മനസ്സുകൊണ്ട് നീ ആരെങ്കിലും സഹായിക്കാൻ വിചാരിക്കുകയാണെങ്കിൽ അത് മനുഷ്യനായാലും മൃഗമായാലും അവർക്ക് ഏത് ലാംഗ്വേജും മനസ്സിലാവും. ഇതൊക്കെ നമ്മുടെ ടോണി ബോസിന് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം ടോണി ബോസ് ആരെയും ഒരിക്കലും സഹായിച്ചിട്ടില്ലല്ലോ. മാപ്പിൽ മാർക്ക് ചെയ്ത സ്ഥലം ഇതല്ലേ? ബേബി ഹിപ്പോപ്പൊട്ടാമസ് ഇവിടുന്നാ കാണാതായത്. പക്ഷേ ഇവിടെ നോക്കിയിട്ടൊന്നും കാണുന്നില്ലല്ലോ. കീക്കോ, ഒരുപക്ഷെ ബേബി ഹിപ്പോപ്പൊട്ടാമസിനെ ആരെങ്കിലും ഹെലികോപ്റ്ററിൽ വന്ന് കടത്തി കൊണ്ടുപോയിട്ടുണ്ടാവോ? അതിന് ചാൻസ് ഇല്ല സൂപ്പർ സ്പീഡോ. ഹെലികോപ്റ്ററിന്റെ ശബ്ദം പോലും നമ്മൾ കേട്ടില്ലല്ലോ. ആ ബേബി ഹിപ്പോപ്പൊട്ടാമസ് ഈ സ്ഥലത്തുനിന്നാ കാണാതെ പോയിരിക്കുന്നത്. പക്ഷെ അത് എങ്ങോട്ട് പോയിന്നാ മനസ്സിലാവാത്തെ. അയ്യോ, ആ ബേബി ഹിപ്പോപ്പൊട്ടാമസിനെയും കാണുന്നില്ല. പക്ഷെ അതിന്റെ അമ്മ ഇത് അവിടെ നിൽക്കുന്നത് കണ്ടോ? ഇതാ കണ്ടില്ലേ, തന്റെ കാണാതായ കുഞ്ഞിനെ നോക്കി അത് വളരെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് കണ്ടില്ലേ? നിങ്ങൾക്കൊരു കാര്യം അറിയോ? മനുഷ്യനും മൃഗവും വേറെ രീതിയിലാണ് കാണുന്നത്. അതായത് ചില ആനിമൽസിന് എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ മാത്രമേ കാണാൻ സാധിക്കൂ. മറ്റു ചില ആനിമൽസിന് ചില കളേഴ്സ് മാത്രമേ കാണാൻ കഴിയൂ. ദേ കണ്ടോ, ഈ സ്ഥലം ഡോഗിന്റെ കണ്ണിലൂടെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുണ്ടാവും. നീ പറഞ്ഞത് ശരിയാണ് കീക്കോ. പക്ഷെ അതിനും അനിമൽസ് കാണാതെ പോയതിനും എന്താണ് കണക്ഷൻ? ഒരു കാര്യമുണ്ട്, നമുക്ക് ഈ സ്ഥലം എംറ്റിയായ ഗ്രൗണ്ട് പോലെയാ തോന്നുന്നേ. പക്ഷേ എനിക്ക് തോന്നുന്നു ബേബി ഹിപ്പോപ്പൊട്ടാമസിന്റെ കണ്ണിൽ വേറെ എന്തോ കണ്ടിട്ടുണ്ടാവും. ഒരു മിനിറ്റ്, ഞാനിപ്പോ R7 വെച്ച് ഈ സ്ഥലം സ്കാൻ ചെയ്തിട്ട് അതേ വിഷ്വൽ നോക്കാം. ബേബി ഹിപ്പോപ്പൊട്ടാമസ് കണ്ട അതേ വിഷ്വൽ നമുക്കിപ്പോ കാണാം. ഹിപ്പോപ്പൊട്ടാമസിന്റെ കണ്ണിൽ ഇവിടെ ഒരു ലേക്ക് ഉള്ള പോലെ തോന്നിയിരിക്കാണ്.
അങ്ങനെ ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഡിവൈസസ് ഇവിടെ എവിടെയെങ്കിലും ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ദേ നോക്ക്, ദേ അവിടെയുണ്ട് ഡിവൈസസ്. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 68. യെസ് കീക്കോ, ഫോർമുല നമ്പർ 68 ആക്ടിവേറ്റ് ചെയ്തിട്ട് ആ ഡിവൈസ് ഞാൻ തല്ലി തകർത്തേക്കാം. ദാ കിടക്കുന്നു ആ ഡിവൈസസ്. ഇതുപയോഗിച്ചാണ് ആ കള്ളൻ ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്തത്. ആനിമൽസിന്റെ കുട്ടികൾ അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഇതുപോലെ കാണുമ്പോൾ കള്ളൻ അവരെ നൈസായിട്ട് തട്ടിക്കൊണ്ടു പോവാ ചെയ്യാ. പക്ഷേ കിക്കോ, ആ കള്ളൻ ആനിമൽസ് ബേബീനെ ഇവിടുന്ന് എവിടേക്കാ കടത്തിക്കൊണ്ട് പോയിരിക്കുന്നേ? എന്താ പറ്റിയത് കിക്കോ? വീണ്ടും ഏതെങ്കിലും ഒരു ആനിമലിന്റെ കുട്ടി കാണാതെ പോയോ? യെസ് മാഡി റേഞ്ചർ, ഞങ്ങൾ അവരെയാ തേടിക്കൊണ്ടിരിക്കുന്നേ. ഓ നോ, ഈ കാട്ടിൽ ഇത് എന്താ സംഭവിക്കുന്നത്? വീണ്ടും വീണ്ടും മൃഗങ്ങളുടെ കുട്ടികൾ കാണാതെ പോവുക. കിക്കോ, ഞാൻ പറയുന്നത് കേക്ക്. നീ നിന്റെ ഫ്രണ്ട്സിനെ വിളിച്ചോണ്ട് ഈ കാട്ടിൽ നിന്ന് പുറത്തേക്ക് പോയേക്ക്. ഇല്ല മാഡി റേഞ്ചർ, ഞങ്ങൾ ആനിമൽസിന്റെ കുട്ടികളെ തേടി കണ്ടുപിടിക്കാതെ ഇവിടുന്ന് എങ്ങോട്ടും പോവില്ല. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് കിക്കോ, അല്ലെങ്കിൽ ആ ബേബി ഹിപ്പോപ്പൊട്ടാമസ് കാണാതെ പോയതുപോലെ നിങ്ങൾ എല്ലാവരെയും കാണാതാവും. ഒരു മിനിറ്റ്, നിങ്ങൾ ഭക്ഷണം കഴിക്കാനല്ലേ പോയത്? പിന്നെ ഞാൻ ഈ കാര്യം ഇതുവരെ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. അതായത് ബേബി ഹിപ്പോപ്പൊട്ടാമസ് കാണാതെ പോയ കാര്യം. ഇതെങ്ങനെയാ നിങ്ങൾക്ക് മനസ്സിലായത്? ബേബി ഹിപ്പോപ്പൊട്ടാമസ് കാണാതെ പോയ കാര്യം നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഇപ്പൊ ഞാൻ ഈ കാട് മൊത്തം നശിപ്പിക്കാൻ പോവുക. കിക്കോ, നീ നിന്റെ സ്മാർട്ട്നെസ് ഉപയോഗിച്ച് വളരെ കറക്റ്റ് ആയിട്ട് എന്നെ കണ്ടുപിടിച്ചു കളഞ്ഞു. അതെ, ഞാനാണ് ഈ കാട്ടിലുള്ള മൃഗങ്ങളുടെ കുട്ടികളെ കടത്തിക്കൊണ്ട് പോയിട്ട് പ്രൈവറ്റ് സൂവിൽ വിറ്റ് ഒരുപാട് കാശുണ്ടാക്കിയിട്ടുണ്ട്. മാഡി റേഞ്ചർ, ഇതുപോലെ അനിമൽസിന്റെ ബേബീസിനെ കിഡ്നാപ്പ് ചെയ്യുന്നത് റോങ് ആണ്. ബേബീസിനെ തിരിച്ചു കൊണ്ടുവന്ന് വിട്ട് റോങ് റൈറ്റ് ആക്കി മാറ്റ്. കിക്കോ, നീ ഇപ്പൊ പറഞ്ഞ റൈറ്റ് ആൻഡ് റോങ്ങിന്റെ കാര്യമുണ്ടല്ലോ, അതൊന്നും ഞാനിപ്പോ ചെയ്യാറില്ല. ഇനി അതുകൊണ്ട് നിനക്ക് ഒരു പ്രയോജനവും ഉണ്ടാവില്ല. കാരണം ഇപ്പൊ മൃഗങ്ങളുടെ കുട്ടികൾ കാണാതെ പോയതുപോലെ നീ നിന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ചേർന്ന് നിരന്തരമായി കാണാതെ പോകും. കിക്കോ, ഞാനിപ്പൊ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിക്കോ. നിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ എന്തൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ? ഞാനിപ്പോ ടോട്ടൽ കാർഡിനെയും നശിപ്പിക്കാൻ പോവാണ്. അയ്യോ, ഈ ട്രെയിൻ നമ്മളെ എങ്ങോട്ടാ ഇത് കൊണ്ടുപോകുന്നത്? ആ റോക്സ് നമ്മുടെ നേർക്ക് വന്നോണ്ടിരിക്കുക. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 58. യെസ് ബ്രോ, ഇനിഷ്യേറ്റിംഗ് ഫോർമുല 58. ദേ ഇവിടെയുണ്ട് ആനിമൽസിന്റെ ബേബീസ്. ഇവരെല്ലാം കാട്ടിന്ന് കാണാതെ പോയതാ. മമ്മി, ഇന്ന് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ട്രെയിൻ ടിക്കറ്റ് എടുക്കാതെ ഒരു ജേണി പോയത്. അയ്യോ, വേഗം എല്ലാരും ഓടി രക്ഷപ്പെട്, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരുടെയും കാര്യം പ്രശ്നമാകും. ഇതാ അങ്ങോട്ടൊന്ന് നോക്ക്. നിക്ക്, ഞാനിവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കട്ടെ. ഗുഡ് മോർണിംഗ് റൈനോസ്. അയ്യോ അയ്യോ, നീ കിക്കോയെ അറ്റാക്ക് ചെയ്യുവല്ലേ? ഞാൻ നിന്നെ വെറുതെ വിടില്ല. വേണ്ട ടെമ്പോണ്ണ, അവരെയൊന്നും ചെയ്യരുത്. പാവം, അവര് അനിമൽസ് ആണ്. അവരൊന്നും പാവമല്ല, എന്റെ ഇന്റലിജന്റ് ആയ ആനിമൽസ്. ഞാൻ അവർക്കൊരു പ്രത്യേകതരം മരുന്ന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവർ വളരെ ആവേശമായിട്ടും ആക്രോശമായിട്ടും റിയാക്ട് ചെയ്യും. സൂപ്പർ സ്പീഡോ, ഇവിടെ ഒരുപാട് ആനിമൽസ് വന്നിട്ടുണ്ട്. പക്ഷെ അവരുടെ കണ്ണുകൾ എന്താ ചുവന്നിരിക്കുന്നത്? മാഡി കൊടുത്ത മരുന്ന് കാരണമായിരിക്കും അവർക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇവരെ ഇപ്പൊ ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരുടെ നേർക്ക് UV റേസ് ഷൂട്ട് ചെയ്തേക്കാം. വേഗം ഫോർമുല നമ്പർ 148 ആക്ടിവേറ്റ് ചെയ്യ്. UV റേസ് ഷൂട്ട് ചെയ്യ്. ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കാൻ ചാൻസ് ഇല്ല. കിക്കോ, ഇനി നിന്നെ ശിക്ഷിക്കാൻ പോകുന്നത് എന്റെ ആനിമൽസ് അല്ല, ഞാനായിരിക്കും അത് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത് കണ്ടോ? ഈ കാട് മുഴുവനും നശിപ്പിക്കും. UV റേസിന്റെ എഫക്ട് മൃഗങ്ങളെ മാത്രമേ ബാധിക്കൂ, അത് എന്നെ ബാധിക്കില്ല.
മാഡി റേഞ്ചർ വൈൽഡ് ആനിമൽസിനെക്കാളും വൈൽഡാണ്, വളരെ സ്ട്രോങ്ങുമാണ്. നിന്നെപ്പോ എന്താ ചെയ്യാൻ പോകുന്നത് കണ്ടോ? ഈ കാട് മുഴുവനും നശിപ്പിക്കും. ഏതൊരു സന്ദർഭത്തിലും ഞാൻ ആനിമൽസിനെ വേദനിപ്പിക്കില്ല. പക്ഷെ ഞാനിപ്പോ എന്റെ സ്പെഷ്യൽ കിക്ക് മാഡി റേഞ്ചറിന് മേൽ ഉപയോഗിക്കാൻ പോവാ. വേണ്ട. കണ്ടോ മാഡി റേഞ്ചർ, മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഇതാണ് വ്യത്യാസം. ആവശ്യമില്ലാതെ ഇവരാരെയും ഉപദ്രവിക്കില്ല. സൂപ്പർ സ്പീഡോ, എല്ലാ മൃഗങ്ങളുടെ കുട്ടികളെയും റിലീസ് ചെയ്തേക്ക്. കാട്ടിനകത്ത് വെച്ച് അഭ്യാസം കാണിച്ച് നിന്നെ കൂട്ടിനകത്ത് വെച്ച് പൂട്ടേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു. എന്ന് വെച്ചോ? സാറ് പറഞ്ഞതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്. കൊള്ളാം കൊള്ളാം. കിക്കോ പിന്നെ സൂപ്പർ സ്പീഡോ, ഇന്ന് നിങ്ങൾ രണ്ടാളും നിങ്ങളുടെ ധൈര്യം കൊണ്ട് പിന്നെ ബുദ്ധിശക്തി കൊണ്ടും ഇവിടെയുള്ള കുട്ടികളെ നിങ്ങൾ രക്ഷിച്ചിരിക്കുകയാണ്. കുട്ടികളും അമ്മമാരും ഇപ്പോൾ സന്തോഷത്തിലാണ്.